ഈ റുബി രത്നങ്ങൾ നമുക്ക് ഗോൾഡിൽ മാത്രമാണോ ചെയ്യാൻ പറ്റുന്നത്? കാരണം കുട്ടികൾക്കൊക്കെ ഇടുമ്പോൾ ഗോൾഡിന്റെ റേറ്റ് അറിയാലോ, അപ്പം അഫോർഡ് ആകാതെ വരുമോ എന്ന്. എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും നമുക്ക് സിൽവറിൽ പണിയാം. സിൽവർ ഒരു നല്ല മെറ്റലാണ്. പിന്നെ ചില ആൾക്കാർക്ക് ബോഡി ഹീറ്റ്, ഈ സിൽവർ ഒരു ഓക്സിഡൈസേഷൻ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ കളറ് പോവും. ഇവിടെ നമ്മൾ പണിയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പണിയുന്നത് 92.5 ടച്ച്, അതിന് മേളിലെ ടച്ചാണ്. 93 ടച്ച് ഇട്ടാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും അത് ഇങ്ങനെ സംഭവം ഉണ്ടാകും. പക്ഷേ ചിലപ്പം ചിലർ വന്നിട്ട് പറയാറുണ്ട്, സാറേ ഇതിൻ്റെ ലോക്കറ്റ് പണിതപ്പോൾ ഇത് കറുത്തു, എന്നൊരു മാല ഞാൻ മേടിച്ച് കറുത്തിട്ടില്ല. അപ്പം മാല മേടിക്കുന്നത് വെച്ചാൽ അത് കമ്പനിയുടെ കമ്പനിയുടെ ഒരു ചെറിയ കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ പോകണമെന്നില്ല. മനസ്സിലായി, ആ കോട്ടിംഗ് ഉള്ള. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്യുവർ സിൽവർ ആണെങ്കിൽ ചിലപ്പോൾ അത് കറക്കും. അത് കൊണ്ടുവന്ന് ഇവിടെ വന്നാൽ നമ്മളിവിടെ നിന്ന് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ പഴയ പോലെയായി. അതിൻ്റെ പ്യൂരിറ്റി കുറവല്ല, ഒരിക്കലും പ്യൂരിറ്റിയുടെ കുറവല്ല. അപ്പോൾ നമുക്ക് സിൽവറിൽ പണിതിരിക്കുന്നത് റൂബി, ഇത് സിൽവർ പണിതിരിക്കുക. ഇത് പ്ലാറ്റിനത്തിലാണ് പണിതിരിക്കുന്നത്. സെയിമാണ്. പക്ഷേ ഇതിങ്ങനെ നിൽക്കും, ഇതിൻ്റെ കളറും ഷൈനിങ്ങും ഒക്കെ അതേപോലെ നിൽക്കും. ഇത് കുറച്ച് ഫെയ്ഡ് ആവും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ പോളിഷ് ചെയ്ത് കൊടുക്കണം. ഇത് പ്ലാറ്റിനം എന്ന് പറയുമ്പോഴത്തേക്ക് ആ മെറ്റല് വളരെ ഹാർഡ്നെസ് ഉള്ള മെറ്റലാണ്, ഭംഗിയാണ് ചെയ്യാനായിട്ട്. എല്ലാ കല്ലുകളും പറ്റില്ല. റൂബി പറ്റും, ഡയമണ്ട് പറ്റും. ഹാർഡ്നെസ് ഉള്ള കല്ലുകളെല്ലാം വേണമെങ്കിൽ നമുക്ക് ഇത് നമുക്ക് പ്ലാറ്റിനത്തിൽ പണിയാം.